യെസ്, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, രാവിലെ മുതൽ സംഭവിച്ച വാർത്തകളുടെ തലക്കെട്ടുകൾ ഇതൊക്കെയാണ്. ഒരുപാട് പ്രേക്ഷകർ നല്ല ദിവസം ആശംസിച്ചു. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു നല്ല ദിവസം. ആദ്യ വാർത്തയിലേക്ക്. മലയാള ചലച്ചിത്ര മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ്. നടി രഞ്ജിനിയുടെ ഹർജി കോടതി പരിഗണനയിലിരിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇന്ന് റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കേണ്ട എന്ന് സർക്കാർ തീരുമാനം. റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകുന്നതിൽ വിവരാവകാശ കമ്മീഷൻ സർക്കാരിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. ഇന്ന് രാവിലെ 11 മണിക്ക് ആവശ്യപ്പെട്ട മാധ്യമപ്രവർത്തകർക്ക് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നൽകുമെന്നായിരുന്നു അറിയിപ്പ്. ഇതിനിടെ റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ചുവെന്ന് നടി രഞ്ജിനി സർക്കാരിനെ അറിയിച്ചു. ഇതോടെയാണ് സാംസ്കാരിക വകുപ്പ് ആശയക്കുഴപ്പത്തിലായത്. മൊഴി നൽകിയ തനിക്ക് റിപ്പോർട്ട് കിട്ടിയില്ലെന്നും തന്റെ മൊഴി എങ്ങനെയാണ് റിപ്പോർട്ടിലുള്ളതെന്ന് അറിയാനുള്ള അവകാശം തനിക്കുണ്ടെന്നുമാണ് രഞ്ജിനിയുടെ വാദം. തിങ്കളാഴ്ചയാണ് ഹർജി കോടതി പരിഗണിക്കുന്നത്. ഇത് കണക്കിലെടുത്താണ് റിപ്പോർട്ട് തൽക്കാലം പുറത്തുവിടേണ്ട എന്ന തീരുമാനത്തിൽ സാംസ്കാരിക വകുപ്പ് എത്തിയത്. രഞ്ജിനിയുടെ ഹർജിയുടെ നിലനിൽപ്പ് തന്നെ സംശയമാണെന്നും റിപ്പോർട്ട് ഉടൻ പുറത്തുവിടുമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഹർജി തന്നെ നിലനിൽക്കാത്ത ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായിട്ടും റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ള ഹൈക്കോടതിയുടെ ഉത്തരവിന് പ്രാബല്യമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാത്തതിനെക്കുറിച്ച് പരിശോധിച്ചിട്ടില്ലെന്ന് മന്ത്രി പി രാജീവ്. സാംസ്കാരിക വകുപ്പിനോട് ഞാൻ നോക്കിയിട്ടില്ല. സ്റ്റേ ഇല്ലാത്ത പശ്ചാത്തലത്തിൽ സാധാരണ ഇതിൽ പുറത്തുവിടേണ്ടതാണ്. നോക്കിയിട്ടില്ല. സാംസ്കാരിക വകുപ്പാണല്ലോ കൈകാര്യം ചെയ്യുന്നത്. 19-നുള്ളിൽ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാണ് കോടതിയുടെ നിർദ്ദേശം. റിപ്പോർട്ട് പുറത്തുവിടുന്നതിന് തടസ്സമില്ലെന്ന നിയമോപദേശവും സർക്കാരിന് ഇന്ന് ലഭിച്ചിരുന്നു. എന്നിട്ടും സർക്കാരിന്റെ പിന്മാറ്റം എന്തുകൊണ്ടെന്ന് വ്യക്തമല്ല. 24 തിരുവനന്തപുരം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ സർക്കാർ എതിരല്ല എന്ന് പറയുകയാണ് മന്ത്രി സജി ചെറിയാൻ. റിപ്പോർട്ട് പരസ്യപ്പെടുത്തുന്നതിൽ നിയമ തടസ്സമില്ല. സ്റ്റേറ്റ് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസറാണ് റിപ്പോർട്ട് പുറത്തുവിടേണ്ടത്. സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ലെന്നും സാംസ്കാരിക വകുപ്പിന് യാതൊരു പങ്കുമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. SPIO പുറത്തുവിടേണ്ട ഈ റിപ്പോർട്ട് ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അവർ പുറത്തുവിടാനാണ് ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ് പറയേണ്ട കാര്യമില്ല. പക്ഷേ ഞാൻ പറയുന്നു, ഇപ്പോൾ അവരത് പുറത്തുവിടും, അവർ വിടണം. കാരണം അതിൻ്റെ സമയം കഴിയുന്നതിനുള്ളിൽ അവർ വിടേണ്ട ഉത്തരവാദിത്തം അവർക്കുണ്ട്. സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ വിധി തീരുമാനം നിഷേധിക്കാൻ അവർക്ക് വ്യക്തിപരമായി കഴിയുമോ? ഗവൺമെൻറ് കഴിയുമോ? അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ നമ്മളെന്തിനാണ് വെപ്രാളം പിടിക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. ഇത് പറയുന്ന സമയത്ത് അത് പുറത്തുവിടേണ്ട ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ ആ കാര്യം ചെയ്യുന്നത് അവരാ പറയേണ്ടത്. ഇത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമേ അല്ല. സർക്കാരിനകത്ത് ആ റോളുമില്ല, വകുപ്പിന് ആ റോളുമില്ല. വിവരാവകാശ കമ്മീഷൻ വിധിച്ചു, അതിനുശേഷം ഹൈക്കോടതി വിധിച്ചു. നടപ്പാക്കേണ്ട SPIO നടപ്പാക്കണം എന്നുള്ള സ്റ്റാൻഡാണ് ആ വകുപ്പിൻ്റെ മന്ത്രി എന്നുള്ളത് ഞാൻ എടുത്തിട്ടുള്ളത്, ഗവൺമെൻറ് എടുത്തിട്ടുള്ളത്. സലിം മാലിക്കാണ് ഒരു വിളിച്ചത്. സലിം, ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കമ്മ്യൂണിക്കേഷനും സാംസ്കാരിക വകുപ്പുമായാണ്. മാധ്യമപ്രവർത്തകരോട് റിപ്പോർട്ട് കൈപ്പറ്റാൻ എത്തൂ എന്നാവശ്യപ്പെടുന്ന സാംസ്കാരിക വകുപ്പാണ്. ഏറ്റവും ഒടുവിൽ ഒരു ഹർജി, അതിൽ സ്റ്റേ പോലുമില്ലാത്ത പശ്ചാത്തലത്തിൽ എന്തുകൊണ്ടാണ് മന്ത്രി സാങ്കേതികത ഇപ്പോൾ പറയുന്നത്? ഹാഷ്മി, പ്രധാനമായും മന്ത്രി സജി ചെറിയാൻ ഇപ്പോൾ നടത്തിയ പ്രതികരണം തന്നെ വിചിത്രമാണ്. കാരണം മന്ത്രി പറയുന്നത് ഇതിൽ സർക്കാരിനൊരു ബന്ധവുമില്ല, സാംസ്കാരിക വകുപ്പിനൊരു ബന്ധവുമില്ല, അത് ആ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥൻ ചെയ്തുകൊള്ളും എന്നാണ് പറയുന്നത്. മാത്രമല്ല, എന്തിനാണ് ഇത്ര ധൃതി എന്നും ചോദിക്കുന്നുണ്ട്. പക്ഷേ അപ്പോഴും 19-ാം തീയതി, അതായത് തിങ്കളാഴ്ച വരെ മാത്രമാണ് കോടതി നിർദ്ദേശിച്ചിരിക്കുന്ന സമയപരിധി എന്നുകൂടിയുണ്ട്. മാത്രമല്ല, ഇന്ന് ഹർജി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തെറ്റില്ല, തടസ്സമില്ല എന്നൊരു നിയമോപദേശം സർക്കാരിന് ലഭിച്ചതുമാണ്. എന്നിട്ടും എന്തുകൊണ്ടത് പുറത്തുവിടുന്നില്ല എന്ന് ചോദിച്ചാൽ സർക്കാരിന് ഏറ്റവും പ്രധാനമായി അതിൽ ആ റിപ്പോർട്ട് പുറത്താകുന്നതിൽ താല്പര്യമില്ല എന്നുള്ളത് തന്നെയാണ്. ആ വിഷയമാണ് ഇപ്പോൾ വിവരാവകാശ കമ്മീഷണർ തന്നെ വിശദീകരണമായി ചോദിക്കുകയും ചെയ്തത്. എന്തുകൊണ്ട് മാധ്യമപ്രവർത്തകർക്ക് റിപ്പോർട്ട് നൽകും എന്ന് അറിയിച്ചതിന് ശേഷം ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് വിവരാവകാശ കമ്മീഷണർ ചോദിച്ചത്. അതിനുറപ്പായും സർക്കാർ മറുപടി പറഞ്ഞേ പറ്റൂ. ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥൻ ചെയ്യേണ്ട ജോലി എന്നൊക്കെ പറഞ്ഞ് കൈകഴുകാമെങ്കിലും ഉറപ്പായും അതിൻ്റെ മറുപടി വിവരാവകാശ കമ്മീഷണർക്ക് മുൻപിലെങ്കിലും സർക്കാർ നൽകേണ്ടി വരും. മാത്രമല്ല, ഇത് ഓരോ ഘട്ടത്തിലും ഓരോ തടസ്സങ്ങൾ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഇടപെടൽ കോടതിയുടേതായിരുന്നു ജൂലൈ 24-ന് മാധ്യമപ്രവർത്തകരുടെ റിപ്പോർട്ട് കൈപ്പറ്റാനായി എത്തിയതുമാണ്. അതിന് മണിക്കൂറുകൾക്ക് മുൻപാണ് കോടതി ആ വിഷയത്തിൽ ഇടപെട്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയത്. അതിന് തൊട്ടു പിന്നാലെ ഉറപ്പായും ഇന്നലെ ഇങ്ങനെ ഒരു ഹർജിയുമായി നടി രഞ്ജിനി കോടതിയിലേക്ക് പോയപ്പോൾ തന്നെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വകുപ്പുമായി ബന്ധപ്പെട്ടിരുന്നു. അതിനുശേഷം ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് പുറത്തുവിടുന്നത് മാറ്റിവെക്കുമോ എന്നൊരു ചോദ്യവും ഉയർത്തിയതാണ്. അപ്പോഴൊക്കെ ഒരു തടസ്സവുമില്ല, എന്തായാലും ഇന്ന് പുറത്തുവിടും എന്നൊരു അറിയിപ്പും ലഭിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ വീണ്ടും മണിക്കൂറുകൾക്ക് മുൻപ് മാത്രമേ ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്ന് പറഞ്ഞത്. സ്വാഭാവികമായും ഈ തിങ്കളാഴ്ച ഈ കേസ് ഹർജി പരിഗണിക്കാനിരിക്കുകയാണ്. ഈ ഹർജി പരിഗണിച്ചാൽ ഈ ഹൈക്കോടതി നേരത്തെ സജിമോൻ പാറയിൽ എന്ന നിർമ്മാതാവിനോട് ചോദിച്ച ചോദ്യം, താങ്കൾക്ക് ഈ റിപ്പോർട്ടുമായി എന്താണ് ബന്ധം, താങ്കളുടെ ഏത് സ്വകാര്യതയാണ് ഇതുമായി ബന്ധപ്പെട്ട് ലംഘിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ചോദ്യമാണ്. പക്ഷേ സ്വാഭാവികമായും നടി രഞ്ജിനിയോട് ആ ചോദ്യം ചോദിക്കാൻ കഴിയില്ല. കാരണം
നടി രഞ്ജിനി ഇതുമായി ബന്ധപ്പെട്ട മൊഴി നൽകിയതുമാണ്. നടിയുടെ ആവശ്യം തന്നെ റിപ്പോർട്ട് ആദ്യം തങ്ങൾ ഈ മൊഴി നൽകിയവർ വായിക്കട്ടെ, അതിനുശേഷം അതിൽ ഏതെങ്കിലും തരത്തിൽ സ്വകാര്യതയെ ഹനിക്കുന്ന വിവരങ്ങൾ ഉണ്ടോ എന്ന് നോക്കിയതിനു ശേഷം റിപ്പോർട്ട് പുറത്തുവിടാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി ഏതെങ്കിലും തരത്തിൽ വീണ്ടും സാവകാശം നൽകിയാൽ അത് വീണ്ടും ഈ റിപ്പോർട്ട് വെളിച്ചം കാണാൻ 5 വർഷമായി ഇരിക്കുന്ന ആ റിപ്പോർട്ട് വീണ്ടും വെളിച്ചം കാണാൻ വൈകും എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. സലീം അലിക്കാണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അല്ലെങ്കിൽ തന്നെ ഒരുപാട് വൈകി, വർഷങ്ങളാവുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് അത് പുറത്തു വരും എന്നൊരു സൂചന കിട്ടുന്ന സമയത്ത് തന്നെ അതിന് ഇടപെടൽ ഉണ്ടാവുകയും തടയപ്പെടുകയും ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇത് പുറത്തേക്ക് വരാൻ ഇത്രമാത്രം കാലതാമസം, ആരുടെ ഇടപെടൽ എന്ന ചോദ്യം ഉണ്ടായാൽ അത് സ്വാഭാവികമാണ്. വനിതാ ഡോക്ടറുടെ ബലാത്സംഗ കൊലപാതകത്തിൽ കൊൽക്കത്ത RG കർ മെഡിക്കൽ കോളേജ് മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷിനെ CBI വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ലെന്നും അന്വേഷണവുമായി സഹകരിക്കുന്നുവെന്നുമാണ് സന്ദീപ് ഘോഷിന്റെ പ്രതികരണം. മെഡിക്കൽ കോളേജിലെ ഡോക്ടേഴ്സിന് രാത്രി സുരക്ഷ ഉണ്ടായിരുന്നില്ല എന്ന് ദേശീയ വനിതാ കമ്മീഷൻ കണ്ടെത്തി. ഇന്നലെ 13 മണിക്കൂറോളം ചോദ്യം ചെയ്ത് വിട്ടയച്ച മുൻ പ്രിൻസിപ്പൽ സന്ദീപ് ഘോഷ് ഇന്ന് രാവിലെ 10 മണിയോടെ CBI ആസ്ഥാനത്ത് വീണ്ടും ചോദ്യം ചെയ്യലിനായി ഹാജരായി. അറസ്റ്റ് ചെയ്തെന്ന റിപ്പോർട്ടുകൾ സന്ദീപ് ഘോഷ് തള്ളി. അന്വേഷണവുമായി সহകരിക്കുന്നുണ്ടെന്ന പ്രതികരണം. সিবিআই অ্যারেস্ট করেনি, প্রথম কথা। আমরাকে জিজ্ঞাসাবাদ করেছি, দ্বিতীয় কথা। আর এটা পুরো আন্ডার ইনভেস্টিগেশন আছে, সেজন্য আমি কিছু বলতে পারবো না। বাট আপনাদের কাছে একটা সবিনয় অনুরোধ, প্লিজ রিউমার স্প্রেড করবেন না। വനിതാ ഡോക്ടറുടെ കുടുംബത്തിന്റെയും സഹപ്രവർത്തകരുടെയും ആരോപണങ്ങൾ അന്വേഷിക്കുന്നുണ്ടെന്ന് CBI അറിയിച്ചു. മെഡിക്കൽ കോളേജിൽ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർമാർക്ക് സുരക്ഷ ഉണ്ടായിരുന്നില്ലെന്ന് ദേശീയ വനിതാ കമ്മീഷൻ കണ്ടെത്തി. കൊലപാതകം നടന്ന ഉടൻ സ്ഥലത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി തെളിവ് നശിപ്പിക്കാൻ വഴിയൊരുക്കിയെന്ന ഗുരുതര പരാമർശവും കമ്മീഷന്റെ റിപ്പോർട്ടിലുണ്ട്. മെഡിക്കൽ കോളേജിലെ പ്രതിഷേധത്തെ പിന്തുണച്ച 43 അധ്യാപകരെ കൂട്ടമായി സ്ഥലം മാറ്റിയ സംസ്ഥാന സർക്കാർ തീരുമാനവും വിവാദമായി. പ്രതിഷേധം ഇനിയും കടുപ്പിക്കാനാണ് സമരക്കാരുടെ തീരുമാനം. വനിതാ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾക്കും ആരോപണങ്ങൾക്കും ഉത്തരം കണ്ടെത്തുകയെന്ന ശ്രമകരമായ ദൗത്യമാണ് CBIക്ക് മുന്നിലുള്ളത്. എല്ലാ വശങ്ങളും പരിശോധിക്കുമെന്നാണ് CBI സംഘം അറിയിക്കുന്നത്. കൊൽക്കത്തയിലെ CBI ആസ്ഥാനത്തു നിന്നും ജിജീന്ദ്രനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. കൊൽക്കത്തയിൽ PG ഡോക്ടർ കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് ഡോക്ടേഴ്സ് നടത്തുന്ന രാജ്യവ്യാപക സമരത്തിൽ സംസ്ഥാനത്തെ ആശുപത്രികളുടെ പ്രവർത്തനം സ്തംഭിച്ചു. OP വാർഡ് പ്രവർത്തനങ്ങളാണ് സമരം കാര്യമായി ബാധിച്ചത്. ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചതോടെ കേരളത്തിലെ പ്രധാന ആശുപത്രികളിലെത്തിയ രോഗികൾ പലരും അങ്ങേയറ്റം സങ്കടത്തിലായി. മെഡിക്കൽ സ്ട്രൈക്ക് സിന്ദാബാദ്. മഴയായാലും വെയിലായാലും ഇല്ല, ഞങ്ങൾ പിന്നോട്ടില്ല. സംസ്ഥാന വ്യാപകമായി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെയും KGMOയുടെയും നേതൃത്വത്തിലാണ് ഡോക്ടർമാർ OP ബഹിഷ്കരിച്ചുകൊണ്ട് പണിമുടക്കിയത്. തിരുവനന്തപുരത്ത് RCCയിലെയും ശ്രീചിത്ര മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെയും PG ഡോക്ടർമാർ ഉൾപ്പെടെ സമരത്തിൽ പങ്കെടുത്തു. അത്യാഹിത വിഭാഗം ഒഴികെ ഡോക്ടർമാർ ബഹിഷ്കരിച്ചതോടെ പ്രധാന ആശുപത്രികളിൽ ചികിത്സ തേടിയെത്തിയവർ നിരാശരായി. ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് മേജർ സർജറി കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഇന്ന് ഫോളോ അപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ENT കാണിക്കുന്നുണ്ട്, അതുപോലെ നെഫ്രോയിൽ, ന്യൂറോ, മറ്റുള്ള ഒരുപാട് വൈകല്യങ്ങളുള്ളതുകൊണ്ട് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം സത്യം പറഞ്ഞാൽ ഞങ്ങളെ പോലെയുള്ള ആൾക്കാർ വളരെ ബുദ്ധിമുട്ടിലാണ്. ഡൽഹി എയിംസിൽ ഉൾപ്പെടെ ഡോക്ടർമാർ പ്രതിഷേധ മാർച്ച് നടത്തി. 5 ദിവസമായി തുടരുന്ന സമരത്തിൽ എയിംസ്, സഫ്ദർജംഗ്, RML തുടങ്ങിയ ആശുപത്രികളിലെ അത്യാഹിത വിഭാഗം ഒഴികെയുള്ളവ പ്രവർത്തിക്കുന്നില്ല. ആവശ്യങ്ങൾ അംഗീകരിക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഡോക്ടർമാരുടെ സംഘടന. People who matters in the legislations to make us, protect us as a society, as an individual, as a society, as a medical fraternity, the work done by them is not enough. The human respect from the human people, those who are sitting in the parliament, they must act, and they acted immediately. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ഷഫീർ മണ്ണാർക്കാട് പറയുകയാണ്, ഇവിടെ സർക്കാർ 5 വർഷമായ റിപ്പോർട്ടിന്റെ പ്രിന്റ് എല്ലാം മാഞ്ഞു പോകുന്ന മായാജാലം കാണാമിനി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അത്രത്തോളം വിചിത്രമായ ന്യായവാദങ്ങൾ നമ്മൾ കേട്ടവരാണ്. പ്രിന്റ് മാഞ്ഞു പോയി എന്നാരെങ്കിലും പറഞ്ഞാൽ അത്ഭുതപ്പെടാനൊന്നുമില്ല കേട്ടോ ഷഫീറെ. മുഹമ്മദിൽ പറയുകയാണ്, റിപ്പോർട്ട് വിടുമെന്ന് പറയുകയും വകുപ്പിന് പങ്കില്ല എന്നും പറയുന്നു. മലക്കം മറിച്ചിൽ എന്ന് പറയും അതിന് എന്ന് പറയും. ശരിയാണ്, അതിനെ ഒരു തരത്തിൽ മലക്കം മറിച്ചിൽ എന്ന് തന്നെ പറയണം. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം റിപ്പോർട്ട് പുറത്തു വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ ശക്തമായ മഴ തുടരുന്നു. കൂട്ടിക്കൽ കാവാലിയിൽ മണ്ണിടിച്ചിലും മലവെള്ളപ്പാച്ചിലും ഉണ്ടായി. മണ്ണിടിഞ്ഞ് ചോലത്തടം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. പുല്ലകയാറ്റിലും മണിമലയാറ്റിലും ജലനിരപ്പ് ഉയർന്നു. നിരവധി വീടുകളിൽ വെള്ളം കയറി. പ്രദേശത്ത് ജില്ലാ ഭരണകൂടം ജാഗ്രതാ നിർദ്ദേശം നൽകി. ഇന്നലെ വൈകിട്ട് കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ആരംഭിച്ച കനത്ത മഴ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. ഇതിന് പിന്നാലെയാണ് കൂട്ടിക്കൽ കാവാലിയിൽ മണ്ണിടിച്ചിലുണ്ടായത്. മണ്ണിടിച്ചിലിന് പിന്നാലെ മലവെള്ളപ്പാച്ചിലിൽ റോഡിലേക്ക് മണ്ണും പാറയും ഒഴുകിയെത്തി. ഇതേ തുടർന്ന് കൂട്ടിക്കൽ കാവാലി ചേലത്തളം റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. മഴ ശക്തമായിട്ടുണ്ടായിരുന്നു. രാത്രി സമയങ്ങളിൽ അതിഭയങ്കര മഴയായിരുന്നു. പിന്നെ
ഉരുൾപൊട്ടുന്ന ഒരു 9-10 മണിയോട് കൂടി അതിനിടയ്ക്ക് സമയത്താണ്. ഉരുൾപൊട്ടലാണോ അതോ മണ്ണിടിച്ചിലാണോ? മണ്ണിടിച്ച് മേളിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടായിട്ട് അത് താഴോട്ട് വന്നിട്ട് ഉരുളായിട്ട് ഇങ്ങ് പോകുന്നത്. പുല്ലകയാറ്റിലെയും മണിമലയാറ്റിലെയും ജലനിരപ്പ് ക്രമാതീതമായി ഉയർന്നു. മുണ്ടക്കയത്തും മണിമലയിലും ചില വീടുകളിൽ വെള്ളം കയറി. രാത്രിയിൽ പലയിടത്തും ഗതാഗതം തടസ്സപ്പെട്ടു. മണിമലയാറിന് തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. രാത്രി ഒരു 11-12 കൂടി ഭയങ്കരമായിട്ട് വെള്ളം വന്ന് ഈ പരിക്കാത്ത തന്നെ എൻ്റെ ചെസ്റ്റിന് മേളിൽ വെള്ളം ഉണ്ടായിരുന്നു. അത് ഇറങ്ങിപ്പോകാനും ഭയങ്കരമായിട്ട് താമസിച്ചു. അപ്പോൾ നമ്മൾ ഉള്ള ഫർണിച്ചറുകളും സാധനങ്ങളും എല്ലാം പിള്ളേരുടെ ബുക്കുകൾ കാര്യങ്ങളെല്ലാം ഒന്നെടുത്ത് മാറ്റാനുള്ള ഒരു ടൈം പോലും നമുക്ക് കിട്ടിയില്ല. മുണ്ടക്കയത്ത് 242 മില്ലിമീറ്റർ മഴയാണ് ഇന്നലെ രേഖപ്പെടുത്തിയത്. കാഞ്ഞിരപ്പള്ളിയിൽ 152 തീക്കോയിൽ 104 മില്ലിമീറ്റർ മഴയും രേഖപ്പെടുത്തി. ഈ മേഖലയിൽ ഇന്നും ഇടവിട്ട് ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഉരുൾപൊട്ടൽ സാധ്യത ഏറെയുള്ള മേഖലയാണ് കൂട്ടിക്കലടക്കമുള്ള കിഴക്കൻ മേഖല. അതുകൊണ്ട് തന്നെ ജാഗ്രത പാലിക്കണമെന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം നൽകുന്ന മുന്നറിയിപ്പ്. കോട്ടയത്ത് നിന്ന് അരുൺ നീണ്ടൂരിനൊപ്പം ടോബി ജോൺസൺ, 24. ഇടുക്കി മുള്ളരിങ്ങാട്ട് ഇന്നലെ ഉണ്ടായ കനത്ത മഴയിൽ ഒഴുക്കിൽപ്പെട്ട കാർ നാട്ടുകാർ കരയ്ക്ക് കയറ്റി. മുള്ളരിങ്ങാട് ലൂർദുമാത പള്ളി വികാരി ജേക്കബ് വാട്ടപ്പിള്ളിന്റെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. പ്രദേശത്തെ പാലവും മലവെള്ളപ്പാച്ചിലിൽ തകർന്നു. കനത്ത മഴയിൽ പുഴയിലുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് കാർ ഒഴുക്കിൽപ്പെട്ടത്. കാറിലുണ്ടായിരുന്ന ഫാദർ ജേക്കബ് വാട്ടപ്പിള്ളിലിനെ പ്രദേശവാസികൾ ചേർന്ന് സാഹസികമായി രക്ഷപ്പെടുത്തുകയായിരുന്നു. പുഴയിലൂടെ ഒഴുകിപ്പോയ കാർ ഇന്ന് രാവിലെയാണ് കണ്ടെത്തിയത്. പരിചയമില്ലാത്ത വഴിയായതുകൊണ്ട് കുറച്ചങ്ങ് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഫ്രണ്ടിലേക്ക് തന്നെ പോകാനായിട്ടാണ് തോന്നിയത്. അങ്ങനെ ഫ്രണ്ടിലേക്ക് പോയി കഴിഞ്ഞപ്പോഴത്തേക്കും വണ്ടി ഒഴുക്കിപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ട് ഡോറ് തുറക്കാൻ നോക്കിയിട്ട് സാധിച്ചില്ല. പുഴയിലെ കുത്തൊഴുക്കിൽ മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിൽ നാട്ടുകാർ ചേർന്ന് കാർ കരയ്ക്ക് കയറ്റി. മുള്ളിരിങ്ങാട് വലിയകണ്ഠം മേഖലയിലെ പാലം തകർന്നതോടെ പ്രദേശം ഒറ്റപ്പെട്ട നിലയിലാണ്. ഈ 3 ആരാധനാലയങ്ങൾ, മുസ്ലിം പള്ളി, കത്തോലിക്ക പള്ളി, അമ്പലമൊക്കെ അപ്പുറം ഇപ്പുറമായിട്ട് കിടക്കുന്നു. അപ്പുറത്ത് കട, പിള്ളേർ പഠിക്കാൻ പോകുന്നു, സ്കൂൾ ബസ്സുകളൊക്കെ പോകേണ്ട ഒരു പാലമാണിത്. അപ്പോൾ ഇത് തകരുക എന്ന് പറഞ്ഞാൽ ഈ നാടിന് ഒരു സഞ്ചാര സ്വാതന്ത്ര്യം നശിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യം. കനത്ത മഴയിൽ വ്യാപക കൃഷിനാശവും പ്രദേശത്തുണ്ടായിട്ടുണ്ട്. 24 തൊടുപുഴ. തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും മീൻപിടുത്ത വള്ളം മറിഞ്ഞ അപകടം. അതിന് മാറ്റമില്ല. ഒരാളെ കാണാതായി, 3 പേരെ രക്ഷപ്പെടുത്തി. അഞ്ചുതെങ്ങ് സ്വദേശിയായ ബെനഡിക്റ്റിനെയാണ് കാണാതായത്. മത്സ്യത്തൊഴിലാളികളും കോസ്റ്റൽ പോലീസും തെരച്ചിൽ തുടരുകയാണ്. 4 പേരുമായി പോയ വള്ളമാണ് രാവിലെ അപകടത്തിൽപ്പെട്ടത്. ശക്തമായ തിരമാലയിൽ വള്ളം തലകീഴായി മറിയുകയായിരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി ജോബോയുടെ സിന്ധു യാത്രാമാത എന്ന വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. മുതലപ്പുഴ ഈ പരുവമാവുന്നതിനെക്കുറിച്ച് നാട്ടുകാർ നിരന്തരം പറയുന്നതാണ്, കരയുന്നതാണ്, സമരത്തിലേർപ്പെടുന്നതാണ്. പക്ഷേ കൃത്യമിടവേളകളിൽ ആ അപകടം അവിടെ സംഭവിക്കുകയും ചെയ്യുന്നു. കഷ്ടമാണ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യത എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു. തൃശൂർ, പാലക്കാട്, മലപ്പുറം, കാസർഗോഡ് ഒഴികെ മറ്റുള്ള മുഴുവൻ ജില്ലകളിലും ഇന്ന് യെല്ലോ അലർട്ടാണ്. ജലനിരപ്പ് ഉയരുന്നതിനാൽ പമ്പാ നദിയിലും മണിമലയാറ്റിലും കേന്ദ്ര ജല കമ്മീഷൻ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. നദീതീരത്ത് താമസിക്കുന്നവർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം നൽകി. തെക്കൻ കർണാടകയ്ക്ക് മുകളിൽ ചക്രവാത ചുഴി സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി ഈ ആഴ്ച മഴ വ്യാപകമായേക്കും. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. ഒരു പ്രേക്ഷകൻ പറയുന്നുണ്ടായിരുന്നു പന്തളത്ത് അച്ചൻകോവിലാറ്റിൽ ജലനിരപ്പ് കുറവാന്ന് പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് ജലനിരപ്പ് കൂടണ്ട. മണ്ണിടിച്ചിലുണ്ടായ ഷിരൂരിലെ ദൗത്യം അനിശ്ചിതത്വത്തിലാണ്. ഡ്രഡ്ജർ എത്തും വരെ തിരച്ചിൽ നിർത്തിയെന്നാണ് വിവരമെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ 24നോട് പറഞ്ഞു. ഡ്രഡ്ജർ എത്താൻ ഇനിയും വൈകും എന്നാണ് കരാർ കമ്പനി അറിയിക്കുന്നത്. അടിയൊഴുക്ക് കുറഞ്ഞെങ്കിലും കലങ്ങി ഒഴുകുകയാണ് ഗംഗാവലിപ്പുഴ. ഡൈവിംഗിന് പ്രയാസമില്ലെങ്കിലും അടിത്തട്ടിൽ ഒന്നും കാണാനാവാത്ത സ്ഥിതിയാണെന്ന് പ്രാദേശിക മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മാൽപേ ഇന്നലെ പറഞ്ഞിരുന്നു. ഇന്നും സ്ഥിതി മാറാത്തതിനാൽ തെരച്ചിൽ ഒഴിവാക്കുകയായിരുന്നു. തെരച്ചിൽ പുനരാരംഭിക്കുന്ന കാര്യത്തിലാവട്ടെ അവ്യക്തതയുമുണ്ട്. ഡ്രഡ്ജർ വരുന്നത് വരെ തിരച്ചിലില്ല എന്നാണ് നമുക്കറിയാൻ പറ്റിയിരിക്കുന്നത്. ഇനിയൊരു തെരച്ചിൽ ഡ്രഡ്ജർ കൊണ്ടുവന്നതിന് ശേഷമായി സാധ്യമാകൂ എന്നുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയ അറിയിപ്പ്. അടിത്തട്ടിലെ മണ്ണ് നീക്കാതെ മുങ്ങൽ വിദഗ്ധർക്ക് കൂടുതലൊന്നും ചെയ്യാനില്ലാത്ത സ്ഥിതിയുണ്ട്. അതിനായി തിങ്കളാഴ്ച തന്നെ ഡ്രഡ്ജർ എത്തുമെന്നാണ് സ്ഥലം MLA അവകാശപ്പെടുന്നത്. എന്നാൽ വ്യാഴാഴ്ചയെങ്കിലും ആവുമെന്നാണ് അതിന് നിയോഗിക്കപ്പെട്ട കമ്പനി പറയുന്നത്. അതിന് മുന്നോടിയായി പല അനുമതികളും കിട്ടേണ്ടതുമുണ്ട്. അതിനാൽ ദൗത്യം ഇനിയും നീളും. 24 ഷിരൂർ. ഷാഫിഖ് അമീർ പറയുകയാണ്, റിപ്പോർട്ട് പുറത്തുവിടാൻ കോടതി പറഞ്ഞതല്ലേ, എല്ലാവരും അറിയട്ടെ, ആരൊക്കെ തെറ്റ് ചെയ്തോ അവരൊക്കെ ആരാണെന്ന് ജനങ്ങൾ അറിയട്ടെ. അത് ജനത്തിൻ്റെ അവകാശമാണ്. മാത്രമല്ല നമ്മുടെയൊക്കെ നികുതിപ്പണം കൊണ്ടാണ് ഈ റിപ്പോർട്ട് ഉണ്ടാക്കിയതും അല്ലേ. 1 കോടി രൂപ സാമ്പത്തിക മാന്ദ്യകാലത്ത് ചെറിയ തുകയാണോ? അതല്ല.
വയനാട് ഉരുൾപൊട്ടിയ മേഖലയിലെ ജനകീയ തെരച്ചിൽ അവസാനിച്ചതോടെ ചൂരൽമലയിലെ കടമുറികൾ വ്യാപാരികൾ ശുചിയാക്കി തുടങ്ങി. ലക്ഷങ്ങളുടെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ഫയർഫോഴ്സ് സംഘം മാത്രമാണ് ഇന്നലെ വെള്ളാർമല സ്കൂൾ പരിസരത്ത് തെരച്ചിൽ നടത്തിയത്. ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താണ് ആഷ്മി ബ്രോ അവിടുത്തെ വയനാട് തെരച്ചിലിൻ്റെ കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ ബന്ധുക്കൾ പറയുന്ന മേഖലയിലാകും തെരച്ചിൽ. അവിടെ ജനകീയ തെരച്ചിൽ വളരെ കാര്യക്ഷമമായി നടന്നു. കാര്യമായ പ്രയോജനം ഉണ്ടായെന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് മറുപടി പറയേണ്ടി വരുമെങ്കിലും അപ്പോൾ ഇനി അതിവേഗം പുനരധിവാസത്തിലേക്കാണ് സർക്കാർ. പതിനെട്ട് ദിവസത്തിന് ശേഷം ചൂരൽമലയിലെ വ്യാപാരികൾ പതിയെ ഷട്ടർ ഉയർത്തി നോക്കി. നഷ്ടങ്ങളുടെ കൂമ്പാരം കൺമുന്നിൽ. ചളി കയറി അടിഞ്ഞിരിക്കുന്നു മിക്ക കടകളിലും. ലോൺ ഉണ്ടായിരുന്നു, 35 ലക്ഷം രൂപ ലോണുണ്ട്. ഞാൻ ഇത് കട നവീകരണത്തിൻ്റെ ഭാഗമായിട്ട് കുറേ വായ്പകളൊക്കെ എടുത്തിട്ടാണ് ചെയ്തത്. ഞാനൊരു 10-30 വർഷമായിട്ട് ഇവിടെ കച്ചവടമാണ്. ഞാനും കുടുംബം ഇതുകൊണ്ട് തന്നെയാണ് ഉപജീവനം നടന്നു വന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ ഒരു 10-20 ലക്ഷം രൂപയുടെ സാധനങ്ങളൊക്കെ നശിച്ചുപോയി. മാത്രമല്ല ഇപ്പോൾ ഇനിയിപ്പോൾ ഈ വായ്പകളൊക്കെ ഇനി എങ്ങനെ തിരിച്ചടയ്ക്കുമെന്ന് എനിക്കറിയില്ല. ജനകീയ തിരച്ചിൽ നിർത്തിയെങ്കിലും അറിയിപ്പ് ലഭിക്കുന്നതുവരെ ഫയർഫോഴ്സ് സംഘം പ്രദേശത്ത് സൂക്ഷ്മമായ പരിശോധനകൾ നടത്തും. വെള്ളാർമല സ്കൂൾ ഭാഗത്ത് നിന്ന് ഇന്ന് രേഖകൾ കണ്ടെടുത്തു. അപ്പോൾ വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പരിശോധന നടത്തണം. അപ്പോൾ നമുക്ക് അതിനകത്ത് വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്ന് അന്വേഷണമാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കൊരു 4 ലക്ഷം രൂപ കിട്ടി. അപ്പോൾ അത് കാരണം വളരെ സൂക്ഷ്മമായിട്ടുള്ളൊരു പരിശോധനയാണ് നമ്മൾ ഇന്ന് നടത്തുന്നത്. ക്യാമ്പുകളിലുള്ളവരെ താൽക്കാലികമായി പുനരധിവസിപ്പിക്കാൻ വേഗത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത്. ക്യാമ്പുകളിലുള്ളവർ തൃപ്തരാണെന്നും മന്ത്രി റിയാസ്. 4 നിലയിലാണ് ആളുകൾ മാറാൻ തയ്യാറായിട്ടുള്ളത്. അത് ആരൊക്കെ എങ്ങനെയൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് എത്രയും വേഗത്തിൽ ഈ കാര്യങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് പോകുന്ന ഒരു നിലയാണ് പൊതുവെ സ്വീകരിക്കുന്നത്. എല്ലാവരും തൃപ്തരാണ് അക്കാര്യത്തിൽ. കുറേ ആളുകൾ ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അതേസമയം പൂർണ്ണമായും കോടമഞ്ഞ് നിറഞ്ഞതായിരുന്നു മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും ഇന്നത്തെ കാലാവസ്ഥ. ഓരോ കടകളും തുറന്ന് എന്തെങ്കിലുമൊക്കെ വീണ്ടെടുക്കാനുണ്ടോ എന്ന് പരതുകയാണ് ചൂരൽമലക്കാർ. പതിയെ ഇനി ജീവിതത്തിലേക്ക് മടങ്ങണം. ടീം 24 വയനാട്. തൊട്ടടുത്ത വീടുകൾ ഉരുൾപൊട്ടിയതിൽ നാമാവശേഷമായതിന് ഞെട്ടൽ മാറാതെ നിരവധി കുടുംബങ്ങളുണ്ട് കോഴിക്കോട് വിലങ്ങാട്. കഷ്ടിച്ച് ജീവൻ തിരിച്ചു കിട്ടിയതിന് അനുഭവമാണ് ഇവർക്ക് പങ്കുവയ്ക്കാനുമുള്ളത്. അടിച്ചിപ്പാറയിൽ ഉരുളെടുക്കാതെ അവശേഷിച്ചത് 2-3 വീടുകൾ മാത്രമാണ്. ആ വീടുകളിൽ കഴിയുന്നവരിപ്പോൾ ആ രാത്രിയെപ്പറ്റി പേടിയോടെയാണ് ഓർക്കുന്നത്. ഞങ്ങൾക്കിപ്പോൾ മഴ പറയുന്നതും എന്ത് ശബ്ദം കേട്ടാലും ആ ഉരുള വരുന്നതെന്നുള്ളതാണ്. ഇടി മുഴങ്ങിയ കൂടെ കല്ല് ഉരുണ്ട് വരുന്നതാണ്. ഞങ്ങളുടെ ജീവൻ എന്തോ ഒരു പേടി പോലെയാണ്. ഇപ്പം ജീവിക്കാൻ ഞങ്ങളിങ്ങനെ നടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മഴ വരുന്നത് കാണുമ്പോഴത്തേക്കും ഞങ്ങൾ ഇവിടെയൊന്നും അല്ല, എൻ്റെ ദൈവമേ ഇനിയും മഴ വരരുതേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഞങ്ങൾക്ക് അത്രയ്ക്കും ഭയങ്കര പേടിയാണ്. ഉരുൾപൊട്ടി ഒഴുകിയത് വള്ളിയിൽ മോളിയുടെ ഈ വീടിന്റെ ചുമരോട് ചേർന്നാണ്. വീടിന്റെ മുറ്റത്തു നിറയെ ഒഴുകിയെത്തിയ മരക്കഷ്ണങ്ങൾ. വരാന്തയിലിരുന്നാൽ കൺമുന്നിൽ ദുരന്തഭൂമിയാണ്. തങ്കച്ചൻ ചേട്ടന്റെ കുടുംബവും പേടിയോടെയാണ് കഴിയുന്നത്. വീടിനോട് ചേർന്ന വീടുകളാണ് അവശേഷിപ്പുകൾ ഒന്നുമില്ലാതെ ഒഴുകിപ്പോയത്. എൻ്റെ വീടിൻ്റെ 3 സൈഡിൽ കൂടെ വീടിൻ്റെ 3 സൈഡിൽ കൂടെ ഉരുളായിരുന്നു ഭയങ്കരമായിട്ട്. ഞങ്ങൾ 11 പേര് വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ഭയങ്കര കൂട്ടക്കാർച്ചയായിരുന്നു ഈ ഒച്ച കേട്ടിട്ട്. അങ്ങനെ ഇറങ്ങി നോക്കുമ്പോൾ ഭയങ്കര മഴ കാരണം ഒരു രക്ഷയില്ലായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ എല്ലാ സൈഡിൽ കൂടെ ഉരുള വരുന്നത്. ഉരുള് വന്ന് നേരം വെളുത്ത് ഒരു വിധത്തിൽ നേരം വെളുപ്പിച്ചു. ഇവിടെ ഇവർക്കിനി താമസിക്കാൻ കഴിയില്ല. സർക്കാരിന്റെ പരിഗണന എത്രയും വേഗം ഇവരുൾപ്പെടെയുള്ളവർക്ക് ലഭിക്കേണ്ടതുണ്ട്. വിലങ്ങാട് നിന്ന് പ്രജുൽ സുരേഷിനൊപ്പം മിഥില ബാലൻ, 24. അതിനിടയിൽ സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതി യോഗം തിങ്കളാഴ്ച ചേരും. മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ചർച്ചയാകും. വായ്പകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കുന്ന അടക്കം ചർച്ചയാകും. മാത്രമല്ല ഇതിനിടയിൽ ചില ഫിനാൻസുകാർ ഇപ്പോഴും അവരെ ഫോണിൽ വിളിച്ച് അടയ്ക്കാനുള്ള തുകയെ പറ്റിയൊക്കെ പേടിപ്പിക്കുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ അവിടുന്ന് വരുന്നുണ്ട്. കർശനമായി തടയേണ്ടതാണ്, നടപടി ഉണ്ടാകേണ്ടതുമാണ്. നല്ല കാര്യം സംഭവിക്കുമ്പോൾ ബാങ്കേഴ്സ് സമിതി യോഗത്തിൽ എന്ന് കരുതുകയും ചെയ്യാം.
രണ്ട് വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ ഉണ്ടായ തമ്മിലടിക്ക് പിന്നാലെ രാജസ്ഥാൻ ഉദയ്പൂരിൽ സംഘർഷം. പ്രതിഷേധക്കാർ കടകൾ അടിച്ചു തകർത്തു, വാഹനങ്ങൾക്ക് തീയിട്ടു. ഉദയ്പൂരിൽ 24 മണിക്കൂർ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. ഉദയ്പൂരിലെ മധുബനിലെ സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ അടിപിടിയാണ് പിന്നീട് രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിലേക്ക് എത്തിയത്. ഉച്ചഭക്ഷണത്തിനായുള്ള ഇടവേളയിൽ വിദ്യാർത്ഥികൾ തമ്മിൽ വാക്കുതർക്കവും അടിപിടിയും ഉണ്ടാവുകയായിരുന്നു. അടിപിടിയിൽ 10ാം ക്ലാസ്സുകാരന് കുത്തേറ്റു. തുടയിൽ കുത്തേറ്റ വിദ്യാർത്ഥി ആശുപത്രിയിൽ ചികിത്സയിലാണ്. സംഭവത്തിൽ സഹപാഠിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതിൽ പ്രതിഷേധവുമായി എത്തിയ ആൾക്കൂട്ടം കാറുകൾ കത്തിച്ചു, കടകൾ അടിച്ചു തകർത്തു. ഇരുവിഭാഗങ്ങൾ തമ്മിൽ സംഘർഷമുണ്ടായി. ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാൻ പോലീസ് ലാത്തിചാർജ് നടത്തി, നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഉദയ്പൂരിൽ സർക്കാർ 24 മണിക്കൂർ ഇന്റർനെറ്റ് സേവനങ്ങൾ റദ്ദാക്കി. സംഘർഷ സാധ്യത കണക്കിലെടുത്ത വിവിധ മേഖലകളിൽ കൂടുതൽ പോലീസ് സേന വിന്യസിച്ചു. 24 ഡൽഹി. പാരീസ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ശേഷം മടങ്ങിയെത്തിയ ഗുസ്തി താരം വിനേഷ് ഫോഗട്ടിന് ആവേശോജ്വല വീരോചിത വരവേൽപ്പ്. ഡൽഹി വിമാനത്താവളത്തിൽ വിനേഷിനെ സ്വീകരിക്കാൻ സഹതാരങ്ങളും നാട്ടുകാരും ആരാധകരും ആയിരങ്ങളായി എത്തി. അവർക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ വിനേഷ് താൻ ഭാഗ്യവതിയാണ് എന്ന് പ്രതികരിച്ചു. ഡൽഹി ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിലെ VIP ഗേറ്റിലൂടെ പുറത്തേക്ക് വന്ന വിനേഷ് ഫോഗട്ടിന് വൈകാരിക വരവേൽപ്പ്. വിനേഷിനെ കാത്ത് ഗുസ്തി താരങ്ങളായ സാക്ഷി മാലിക്കും ബജ്രംഗ് പൂനിയയും നേരത്തെ എത്തിയിരുന്നു. സാക്ഷിയെ കെട്ടിപ്പിടിച്ച് വിനേഷ് പൊട്ടിക്കരഞ്ഞു. ഹരിയാനയിൽ നിന്ന് വിനേഷിന്റെ നാട്ടുകാരും നിരവധി ആരാധകരും വിമാനത്താവളത്തിലെത്തിയിരുന്നു. വൈകാരിക സ്വീകരണത്തിനിടെ പലവട്ടം വിനേഷ് വിങ്ങിപ്പൊട്ടി. രാജ്യത്തോട് നന്ദി പറഞ്ഞ വിനേഷ് താൻ ഭാഗ്യം ചെയ്തവളെന്ന് പ്രതികരിച്ചു. വലിയ നേട്ടമാണ് വിനേഷിന്റേതെന്ന് സാക്ഷി മാലിക് 24 പറഞ്ഞു. बहुत बढ़िया जो विनेश ने काम किया है वो बहुत कम लड़कियां कर पाती हैं और इसको जितना मान सम्मान प्यार दोगे उतना ही अच्छा रहेगा. വിമാനത്താവളത്തിൽ നിന്ന് നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെയായിരുന്നു ഹരിയാനയിലെ ജന്മനാട്ടിലേക്കുള്ള വിനേഷിന്റെ മടക്കം. ഡൽഹി വിമാനത്താവളം വിനേഷ് ഫോഗട്ട് കി ജയ് എന്ന മുദ്രാവാക്യങ്ങളാൽ അക്ഷരാർത്ഥത്തിൽ പ്രകമ്പനം കൊള്ളുകയായിരുന്നു. ഇതുവരെ ഒരു താരത്തിനും കിട്ടാത്തത്രയും വലിയ സ്വീകരണമാണ് സ്വന്തം നാട്ടുകാരും ആരാധകരും ചേർന്ന വിമാനത്താവളത്തിൽ ഒരുക്കിയത്. ക്യാമറമാൻ ജോഗേഷ് സിംഗിനോടൊപ്പം R. അച്യുതൻ, 24 ഡൽഹി. എറണാകുളം കുട്ടമ്പുഴയിൽ കനത്ത മഴയിൽ റോഡ് തകർന്നതിനാൽ രോഗിയായ വീട്ടമ്മയെ വീട്ടിലെത്തിച്ചത് 2 കിലോമീറ്റർ ദൂരം ചുമന്ന് മരക്കമ്പുകൾ കൊണ്ട് സ്ട്രെച്ചർ പോലെ ഉണ്ടാക്കി ചുമന്നാണ് വീട്ടിലെത്തിച്ചത്. കുട്ടമ്പുഴ പഞ്ചായത്തിലെ തേരയിലാണ് സംഭവം. ഒരു മെഡിക്കൽ കേസ് വരുമ്പോൾ ഞങ്ങൾ വളരെ കഷ്ടത്തിലാണ് ഇവിടുത്തെ ആളുകൾ കഴിയുന്നത്. രോഗി കൊണ്ടുപോകണമെങ്കിൽ ജനങ്ങളുടെ സപ്പോർട്ട് വേണം. ജനങ്ങൾ ചുമന്നാണ് കൊണ്ടുവരേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു രോഗിയെ ചുമന്നുകൊണ്ട ഈ സാഹചര്യം നമുക്കുണ്ടായിട്ടുണ്ട്. ഈ സാഹചര്യമെല്ലാം മാറണമെങ്കിൽ റോഡ് കോൺക്രീറ്റ് അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. എബിൻ ജോസ വാർത്തകൾ ചേരുന്നു. എബിൻ, ആ മേഖലയിൽ കുറെ വീടുകളുള്ള സ്ഥലമാണോ? റോഡ് പ്രശ്നമുണ്ടോ? അവർ ആരോടെങ്കിലും നേരത്തെ പറഞ്ഞിട്ടുള്ളതാണോ ഈ പ്രശ്നങ്ങളൊക്കെ? എബിൻ, എന്താണ് വിവരങ്ങൾ? കാശ്മീർ സങ്കടകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം ഇത് കുട്ടമ്പുഴ പഞ്ചായത്തിലെ 6ാം വാർഡാണ്. 6ാം വാർഡിലെ തേര ആദിവാസി കുടി. ഏകദേശം 14 കിലോമീറ്റർ വേണം ഈ ആദിവാസി കുടിയിലുള്ള ആളുകൾക്ക് പുറം ലോകത്തേക്ക് എത്താൻ. ഈ 14 കിലോമീറ്റർ സഞ്ചരിച്ച് പിന്നെ ബ്ലാവന എന്ന് പറയുന്ന ഒരു ചപ്പാത്ത് കടവുണ്ട്. അവിടെ ജങ്കാർ കയറി പുറം ലോകത്തേക്ക് എത്തണം. ഈ കോതമംഗലം ഒക്കെ ഉൾപ്പെടെയുള്ള സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ ആ രീതിയിലാണ് സഞ്ചരിക്കേണ്ടത്. ഈ കാഴ്ച കഴിഞ്ഞ ദിവസം നടന്നതാണ്. അതായത് ഈ തേര ആദിവാസി കുടിയിലെ ഒരു യുവതി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ശ്വാസതടസ്സമായ ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതിനുശേഷം ഡിസ്ചാർജായി തിരികെ കൊണ്ടുപോകാൻ നേരത്താണ് ഇത്തരത്തിലൊരു ദുരിത കാഴ്ച ഉണ്ടാവുന്നത്. അതായത് ഇവർ സ്ഥിരമായി സഞ്ചരിക്കുന്ന വഴി കഴിഞ്ഞ ദിവസം ഉണ്ടായ മഴയെ തുടർന്ന് തകർന്നു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങൾ ഈ കുടിയിലേക്ക് എത്തില്ല. ഏകദേശം ഈ കുടിയിലേക്ക് എത്തുന്ന പകുതി ദൂരം വാഹനത്തിൽ എത്തിച്ച ശേഷം പിന്നീട് നാട്ടുകാരായ ആളുകൾ
ഒരു മരക്കമ്പുകൾ കൊണ്ട് സ്ട്രെച്ചർ ഉണ്ടാക്കി ഇവരെ ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു. മഴക്കാലത്ത് ഈ ആദിവാസി കുടിയിലുള്ള ആളുകൾ ഇത്തരത്തിൽ ദുരിതം അനുഭവിക്കുന്ന സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ഈ പുറം ലോകത്തേക്ക് എത്താൻ വഴിയില്ല, വഴി പലപ്പോഴും തകർന്നു പോകുന്ന സാഹചര്യമുണ്ട്. ഈ വഴി നന്നാക്കാൻ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നാണ് ഊരുമൂപ്പനടക്കം പറയുന്നത്. ഏതായാലും അധികൃതർ ഈ കാര്യത്തിൽ അടിയന്തര ശ്രദ്ധ പതിപ്പിക്കണമെന്നാണ് പറയാനുള്ളത്. ഹഷ്മി, എബിൻ ജോസാണ്. അങ്ങേയറ്റം സങ്കടം ഉണ്ടാക്കുന്ന ദൃശ്യങ്ങളാണ്. ദൃശ്യം കാണുന്നവർ പരിഹാരമുണ്ടാക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയുമാണ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ പരിശീലകനായിരുന്ന എം മനുവിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. 4 കേസുകളിലാണ് കുറ്റപത്രം. 6 വർഷം മുൻപ് നടന്ന പീഡന ശ്രമക്കേസിൽ ഇക്കഴിഞ്ഞ ജൂൺ 12-നാണ് മനുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പിന്നാലെ 6 പെൺകുട്ടികൾ ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ 11-കാരിയെ വാഷ്റൂമിൽ വെച്ച് കടന്നുപിടിച്ച് ലൈംഗികാതിക്രമം നടത്തിയെന്നായിരുന്നു ആദ്യത്തെ കേസ്. ആറ്റിങ്ങലിലും തെങ്കാശിയിലും നടന്ന ടൂർണമെന്റുകൾക്കിടയിലും ഇയാൾ പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നതായി പരാതിയുണ്ട്. ഇതിൽ തമിഴ്നാട് കുറ്റാലം പോലീസാണ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത 6 കേസുകളിൽ 4 എണ്ണത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. പെൺകുട്ടികളുടെ മൊഴികളും സാഹചര്യ തെളിവുകളും വെച്ചാണ് കേസെടുത്തത്. മനുവിന്റെ മൊബൈൽ ഫോണിന്റെ ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ടും കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. KC ആസ്ഥാനത്തെ ജിമ്മിലും ശുചിമുറിയിലും വെച്ച് പെൺകുട്ടികളുടെ ചിത്രങ്ങൾ എടുക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുവെന്നും പരാതിയുണ്ടായിരുന്നു. 24 തിരുവനന്തപുരം. സിന്ധു പറയുന്ന ആയാഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. പുതുവത്സരാശംസകൾ. കുറേ ദിവസമായി ഞാൻ അയക്കുന്ന മെസ്സേജ് ഒന്നും തന്നെ വായിക്കാറില്ല. പിണക്കം വല്ലതുകൊണ്ടോ? ഇല്ലെങ്കിൽ ഇത് വായിക്കും. പിണക്കമൊന്നുമില്ല, വായിച്ചു. ബാങ്ക് ഓഫ് മഹാരാഷ്ട്രയുടെ വടകര ശാഖയിൽ നിന്ന് 26 കിലോ സ്വർണം മോഷ്ടിച്ച കേസിൽ പ്രതിക്കായി അന്വേഷണം ഊർജിതം. തമിഴ്നാട് കേന്ദ്രീകരിച്ചാണ് മേട്ടുപ്പാളയം സ്വദേശിയും മുൻ മാനേജരുമായ മധു ജയകുമാറിനായി അന്വേഷണം നടക്കുന്നത്. നിലവിലെ ബാങ്ക് മാനേജറുടെ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയത്. ഉപഭോക്താക്കൾ പണയം വെച്ച 26 കിലോ സ്വർണം മോഷ്ടിച്ച് പകരം മുക്കുവണ്ടം വെച്ച കേസിലാണ് വടകര ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ബാങ്ക് മുൻ മാനേജറും മേട്ടുപ്പാളയം സ്വദേശിയുമായ പ്രതി മധു ജയകുമാർ കഴിഞ്ഞ 1 മാസമായി ഒളിവിലാണെന്നാണ് പ്രാഥമിക അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഫോണും സ്വിച്ച് ഓഫ് ആണ്. 26 കിലോ സ്വർണം മോഷ്ടിച്ചതിലൂടെ 17 കോടി 20 ലക്ഷം രൂപയുടെ തട്ടിപ്പ് വടകര ശാഖയിൽ നടന്നുവെന്നാണ് കണ്ടെത്തൽ. 42 ഇടപാടുകളിലെ 50 പവനിൽ കൂടുതലുള്ള സ്വർണമാണ് നഷ്ടമായതെന്നാണ് ബാങ്ക് അധികൃതർ പറയുന്നത്. വാർത്ത പുറത്തു വന്നതോടെ സ്വർണ്ണ ഉരുപ്പടികൾ പരിശോധിക്കാൻ ബാങ്കിൽ ഉപഭോക്താക്കളുടെ തിരക്കാണ്. സ്വർണം നഷ്ടമായതിൽ കൂടുതലും വൻകിട ഇടപാടുകാരും ബിസിനസ്സുകാരുമായതിനാൽ ആരും ഇതുവരെ പരാതിയും നൽകിയിട്ടില്ല. പ്രതിയായ മധു ജയകുമാർ കഴിഞ്ഞ മാസം സ്ഥലം മാറിപ്പോയിരുന്നു. പകരം ചുമതലയേറ്റ മാനേജർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് കണ്ടെത്തിയത്. 24 കോഴിക്കോട്. കേരളത്തിന്റെ പുതുവർഷത്തിന് തുടക്കമിട്ടുന്ന ചിങ്ങം 1. ഇത്തവണ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. പുതിയ നൂറ്റാണ്ടിന്റെ തുടക്കമാണിന്ന്. കൊല്ലവർഷം 1200 കടക്കുകയാണ്. അതായത് 13-ാം നൂറ്റാണ്ടിലേക്ക് കടക്കുകയാണ്. കേരളത്തിന് കർഷക ദിനം കൂടിയാണ് ചിങ്ങം 1. കാർഷിക സംസ്കാരത്തിന്റെയും ഓണക്കാലത്തിന്റെയും ഗൃഹാതുര സ്മരണകളുമായാണ് ചിങ്ങമാസത്തിന്റെ വരവ്. തോരാമഴയുടെയും വറുതിയുടെയും മാസമായ കർക്കടകം കഴിഞ്ഞെത്തുന്ന ചിങ്ങപ്പുലരി. കർക്കടകത്തിലെ കഷ്ടതകൾ മറക്കാൻ തുടങ്ങുന്ന കാലം. കാണം വിറ്റും ഓണമുണ്ണാൻ നാടും വീടും ഒരുങ്ങുന്ന ദിവസങ്ങളുടെ തുടക്കമാണ്. തുമ്പയും മുക്കുറ്റിയും കണ്ണാന്തളിയും പൂവിടുന്ന തൊടിയും പറമ്പും സ്വർണവർണ്ണമുള്ള നെൽക്കതിരുകൾ പച്ചപ്പാടങ്ങൾക്ക് ശോഭ പകരുന്നു. മഴക്കോളുമാറി മാനം തെളിയുന്ന ദിവസങ്ങൾ. വർഷം മുഴുവനും മറ്റുള്ളവർക്കായി അധ്വാനിക്കുന്ന കർഷകന് ഒരു ദിനം. ചിങ്ങം മുതൽ കർക്കിടകം വരെ 28 മുതൽ 32 വരെ ദിവസങ്ങൾ ഉണ്ടാകാവുന്ന 12 മാസങ്ങളായാണ് കൊല്ലവർഷത്തെ തിരിച്ചിട്ടുള്ളത്. സൗരരാശിയുടെ അടിസ്ഥാനത്തിലാണ് മാസത്തിലെ ദിവസങ്ങളുടെ എണ്ണം കണക്കാക്കുന്നത്. പ്രതീക്ഷയുടെ ചിങ്ങപ്പുലരിയിൽ കൊല്ലവർഷത്തിലെ ഒരു പുതിയ നൂറ്റാണ്ടിനു കൂടി തുടക്കമാവുകയാണ്. റിസർച്ച് ഡെസ്ക് 24. ചിങ്ങപ്പുലരിയിൽ അയ്യപ്പനെ തൊഴാൻ ശബരിമല സന്നിധാനത്ത് വലിയ ഭക്തജനത്തിരക്കാണ്. തന്ത്രി കുടുംബത്തിലെ തലമുറ മാറ്റത്തിന്റെ നടപടിക്രമങ്ങൾക്കും സന്നിധാനം ഇന്ന് സാക്ഷ്യം വഹിച്ചു. തന്ത്രി കണ്ഠര് രാജീവരോടൊപ്പം മകൻ ബ്രഹ്മദത്തനും താന്ത്രിക കർമ്മങ്ങൾക്കായി ശബരിമല സന്നിധാനത്തേക്കെത്തി. ചിങ്ങമാസ പൂജകൾക്കായി ഇന്നലെ വൈകിട്ട് 5 മണിയോടെയാണ് ശബരിമല നട തുറന്നത്. ചിങ്ങപ്പുലരിയിൽ അയ്യപ്പനെ കണ്ട് പുതുവർഷത്തിലേക്ക് കടക്കാൻ സന്നിധാനത്തെത്തിയത് ആയിരങ്ങളാണ്. ഇടയ്ക്കിടെ പെയ്യുന്ന മഴയെ അവഗണിച്ചും ശബരിമലയിലേക്ക് ഭക്തർ എത്തുന്നുണ്ട്.
തന്ത്രി കുടുംബത്തിലെ തലമുറ മാറ്റത്തിന്റെ സൂചന നൽകി ചിങ്ങമാസ പൂജകൾക്ക് അച്ഛനൊപ്പം കാർമ്മികത്വം വഹിക്കാൻ തന്ത്രി കണ്ഠരര് രാജീവരുടെ മകൻ ബ്രഹ്മദത്തനും ഇന്നലെ മല ചവിട്ടിയിരുന്നു. രാവിലെ കലശാഭിഷേകമടക്കമുള്ള പൂജകൾക്ക് കണ്ഠരര് രാജീവരര് മേൽനോട്ടം വഹിച്ചപ്പോൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് മകൻ ബ്രഹ്മദത്തൻ. അച്ഛനുണ്ട് കൂടെ, അപ്പോൾ അച്ഛൻ്റെ കൂടെ തന്നെ ഇനി കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുക. അച്ഛൻ്റെ ഒരു മേൽനോട്ടം എപ്പോഴും ഉണ്ടാകും. അച്ഛനാണ് കാരണം എപ്പോഴും അച്ഛൻ്റെയാണ് ഫൈനൽ സേ. പക്ഷേ അച്ഛന് അല്ലെങ്കിൽ ഞാൻ ഇവിടുത്തെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു, കർമ്മങ്ങളെല്ലാം എന്താണോ ചെയ്തു വരുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നു. LLM ബിരുദധാരിയായ ബ്രഹ്മദത്തനെ മുഴുവൻ സമയവും കർമ്മങ്ങൾക്ക് നിയോഗിക്കണമെന്നാണ് കണ്ഠരര് രാജീവരുടെ ആഗ്രഹം. ചിങ്ങമാസ പൂജകൾ പൂർത്തിയാക്കി 21-ന് ശബരിമല നട അടയ്ക്കും. ഇനി പൂരാടത്തിനായിരിക്കും നട വീണ്ടും തുറക്കുക. 24 പത്തനംതിട്ട. ആമനായ ചോദിക്കുന്നു ആഷ്മി ബ്രോ, എങ്ങനെയാണ് മഴ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞാൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത എന്നാണ് മഴ മുന്നറിയിപ്പ്. 4 ജില്ലകളാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകൾ ഓറഞ്ച് അലർട്ടാണ്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടുണ്ട്. അത് തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകൾക്ക് യെല്ലോ എന്ന് പറഞ്ഞാൽ കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകൾ നാളെ ഓറഞ്ച് അലർട്ട് എന്ന് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ ജില്ലകളും വലുതോ ചെറുതോ ആയ മഴ എന്നുള്ളതാണ് എന്താണ് കാലാവസ്ഥാ മുന്നറിയിപ്പ്. KSRTCയിൽ ശമ്പളവും പെൻഷനും നൽകുന്നതിന് പണം അനുവദിക്കുന്നു ധനവകുപ്പ്. 91.53 കോടി രൂപയാണ് അനുവദിച്ചത്. ഈ മാസം 29-നകം പെൻഷൻ കുടിശ്ശിക തീർക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 91.53 കോടി രൂപ കൂടിയാണ് KSRTCക്ക് സംസ്ഥാന സർക്കാർ അനുവദിച്ചത്. ഇതിൽ 71.53 കോടി രൂപ പെൻഷൻ വിതരണത്തിനായി കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനാണ്. ജീവനക്കാരുടെ ശമ്പളത്തിന് 2ാം ഗഡു നൽകാൻ 20 കോടി. പ്രാഥമിക കാർഷിക വായ്പാ സംഘങ്ങളുടെ കൺസോർഷ്യത്തിൽ നിന്ന് പെൻഷൻ വിതരണത്തിന് KSRTC വായ്പ എടുത്തിരുന്നു. ഇതിന്റെ തിരിച്ചടവ് സർക്കാർ ഉറപ്പാക്കുന്നതോടെ KSRTCക്ക് വീണ്ടും വായ്പ എടുക്കാനാകും. ശമ്പളവും പെൻഷനുമടക്കം മുടക്കം കൂടാതെ വിതരണം ചെയ്യാൻ ഈ മാസം ആദ്യം 30 കോടി രൂപ അനുവദിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ 20 കോടി കൂടി നൽകിയത്. ഇതിനുവേണ്ടി മാത്രം പ്രതിമാസം 50 കോടി രൂപ കോർപ്പറേഷന് സർക്കാർ നൽകുന്നുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഈ മാസം 29-ന് പെൻഷൻ കുടിശ്ശിക തീർക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു. 2 മാസത്തെ പെൻഷൻ നൽകിയില്ലെങ്കിൽ ചീഫ് സെക്രട്ടറിയോടും ഗതാഗത സെക്രട്ടറിയോടും നേരിട്ട് ഹാജരാകാൻ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. രാജൻ പറയുകയാണ് ഇവിടെ KSRTC പെൻഷൻകാർ അവരുടെ പെൻഷനായി കാത്തിരിപ്പ് തുടരുന്നു. അമ്മക്കിളി ദൂരെ എവിടെയോ ആഹാരം തേടിപ്പോയ കുഞ്ഞിക്കിളിയുടെ വിശപ്പിന്റെ കാത്തിരിപ്പ് എന്ന് പറയുകയാണ്. എന്തായാലും അതിനൊരു പരിഹാരം ആവുന്നല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലേ. സംസ്ഥാനത്ത് അതിശക്ത മഴയ്ക്ക് സാധ്യത. 4 ജില്ലകളാണ് ഓറഞ്ച് അലർട്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചത്. അഖിൽ ഷാൻ സാർ, അഖിൽ, ഏറിയും കുറഞ്ഞും സംസ്ഥാനത്തിന്റെ എല്ലാ ഭാഗത്തും നല്ല മഴ എന്ന് തന്നെയല്ലേ അർത്ഥം? ഹഷ്മി, തീർച്ചയായിട്ടും സംസ്ഥാനത്ത് വ്യാപകമായ മഴയ്ക്കുള്ള സാധ്യതയാണ്, അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രവചിക്കുന്നത്. 4 ജില്ലകളിൽ ഇപ്പോൾ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളാണ് നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 6 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, തൃശ്ശൂർ, പാലക്കാട്, കോഴിക്കോട് ജില്ലകളിലാണ് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. നാളെ കോട്ടയം, ഇടുക്കി, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട്. എന്തായാലും ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ഈ മഴയോടൊപ്പം ശക്തമായ കാറ്റിനും അതുപോലെ തന്നെ മോശം കാലാവസ്ഥയ്ക്കുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നുള്ള നിർദ്ദേശവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ തന്നെ മഴ പല ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിലൊക്കെ ശക്തമായ മഴ പെയ്യാനുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ പ്രവചിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കർണാടക, ലക്ഷദ്വീപ്, കേരള തീരങ്ങളിൽ നേരത്തെ ഏർപ്പെടുത്തിയ മീൻപിടുത്തത്തിനുള്ള വിലക്ക് അത് തുടരും. കാര്യം മോശം കാലാവസ്ഥയും അതുപോലെ തന്നെ ശക്തമായ കാറ്റും ഈ കേരള തീരത്തുൾപ്പെടെ തുടരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നിലവിൽ തുടരുമെന്നുള്ള കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. ഒപ്പം ഈ മണിമലയാർ അതുപോലെ തന്നെ പമ്പാ നദിയിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയരുന്നൊരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീരപ്രദേശത്തുള്ളവർ കടുത്ത ജാഗ്രത ഉണ്ടാവണം. ഇവിടെ മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടുത്ത ജാഗ്രത ഉണ്ടാവണം എന്നുള്ള കാര്യം കേന്ദ്ര ജല കമ്മീഷനും അറിയിക്കുന്നുണ്ട്. മറ്റൊരു കാര്യം, ഈ കർണാടക അഖിൽ ഷാൻ സാറാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. എന്ന് പറഞ്ഞാൽ ഒന്ന് സൂക്ഷിക്കണം. കാലവർഷം അതിൻ്റെ അടുത്ത സ്പെല്ലിലേക്ക് കടക്കുന്നു. കാറ്റ് പോലെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും, നോക്കിയിരിക്കുക എന്നുള്ളതാണ്. കശ്മീരിലും ഹരിയാനയിലും ജയം തേടി രാജ്യത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമാക്കാൻ ലക്ഷ്യമിട്ട് NDA ഇന്ത്യ മുന്നണികൾ സംസ്ഥാന പദവി വിഷയത്തിൽ കശ്മീർ ജനതയെ കബളിപ്പിക്കാനുള്ള ശ്രമത്തിനെതിരെ ജനവികാരം ഉയരണമെന്ന് ഗുപ്കർ സഖ്യം ആഹ്വാനം ചെയ്യുന്നു. വികസന സ്ഥിരത ഉറപ്പിക്കാൻ കശ്മീരിലും സ്വന്തം സർക്കാർ വരണമെന്നാണ് BJP പ്രചരണം.
അനുച്ഛേദം 370 റദ്ദായ ജമ്മു കശ്മീരിൽ വിജയത്തിൽ കുറഞ്ഞൊന്നും BJP ലക്ഷ്യം വയ്ക്കുന്നില്ല. ജമ്മു മേഖലയിൽ സമ്പൂർണ്ണ വിജയവും കശ്മീർ മേഖലയിൽ പ്രാദേശിക കക്ഷികളുടെ സഹായത്തോടെ ഇന്ത്യ മുന്നണി ഘടകകക്ഷികളുടെ വോട്ട് ഭിന്നിപ്പിക്കുകയുമാണ് തന്ത്രം. അനൌദ്യോഗിക ചർച്ചകൾ BJP നേതൃത്വം ഗുലാം നബി ആസാദ് അടക്കമുള്ളവരോട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയെ പ്രതിനിധീകരിക്കുന്ന ഗുദ്കർ സഖ്യമാകട്ടെ സീറ്റ് വിഭജനം അടുത്തയാഴ്ച പകുതിയോടെ പൂർത്തിയാക്കാമെന്ന് കരുതുന്നു. സംസ്ഥാന പദവി തിരിച്ചു നൽകാതെ BJP വഞ്ചിച്ചു എന്ന ആക്ഷേപത്തെ അടിസ്ഥാനപ്പെടുത്തി വരും ദിവസങ്ങളിൽ പ്രചരണ പരിപാടികൾ ശക്തമാക്കും. രാഹുൽ ഗാന്ധി അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ അടുത്തയാഴ്ച സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ സന്ദർശനം നടത്തുന്നുണ്ട്. ജമ്മു മേഖലയിലെ BJP അതൃപ്തരെ ഒപ്പം ചേർക്കാനുള്ള നീക്കങ്ങൾ വേഗത്തിലാക്കാൻ പ്രാദേശിക നേതാക്കളോട് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു. ഹരിയാനയിലെ സ്ഥാനാർത്ഥി നിർണയ അജണ്ടയിൽ ഇന്നു മുതൽ BJP നേതൃയോഗം ഡൽഹിയിൽ തുടങ്ങിയിട്ടുണ്ട്. ജനനായക ജനതാ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ലോക്ദൾ നേതൃയോഗങ്ങളും ഇന്ന് ഹരിയാനയിൽ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ രൂപപ്പെടുത്താൻ തുടങ്ങി. സുനിത കെജ്രിവാൾ, ഭഗവന്ത് മാൻ എന്നിവർ ആം ആദ്മി പാർട്ടിയുടെ ആലോചനാ യോഗത്തിൽ അടുത്ത ദിവസം പങ്കെടുക്കും. അഭയ് ചൌത്താല നയിക്കുന്ന INLD, ഗോപാൽ കന്ത നയിക്കുന്ന ഹരിയാന ലോക്ഹിത് പാർട്ടി എന്നിവർ BJPയെ തുടർന്നും പിന്തുണയ്ക്കുമെന്ന് വ്യക്തമാക്കി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വേഗത്തിൽ പൂർത്തിയാക്കി തെരഞ്ഞെടുപ്പ് പ്രചരണ നടപടികൾ ശക്തമാക്കുകയാണ് കോൺഗ്രസ് ലക്ഷ്യം. സംസ്ഥാനത്തെ പാർട്ടിയിലെ വിഭാഗീയത സ്ഥാനാർത്ഥി നിർണയത്തിന് പ്രതിബന്ധമാകുമെന്ന ആശങ്ക ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ വിജയസാധ്യതയെ മാത്രം മാനദണ്ഡമാക്കി സ്ഥാനാർത്ഥി നിർണയം നടത്താനാണ് പാർട്ടിയുടെ തീരുമാനം. സംസ്ഥാനത്ത് കോൺഗ്രസ് ഭരണം മടങ്ങിവരുന്ന സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞതായി ഭൂപീന്ദർ സിംഗ് ഹൂഡ അവകാശപ്പെട്ടു. ബഹുജൻ സമാജ് പാർട്ടിയുമായി സഖ്യമുണ്ടാക്കുമെന്ന് INLD വ്യക്തമാക്കി. R. രാധാകൃഷ്ണൻ, 24, ഡൽഹി. സംസ്ഥാനത്ത് ഓട്ടോറിക്ഷകൾക്കുള്ള പെർമിറ്റിൽ ഇളവ്. കേരളം മുഴുവൻ ഇനി മുതൽ ഓട്ടോറിക്ഷകൾക്ക് സർവീസ് നടത്താം. അപകടങ്ങൾ കൂടുമെന്ന ഉദ്യോഗസ്ഥ അഭിപ്രായം മറികടന്നാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ സുപ്രധാനമായ തീരുമാനം. ഓട്ടോറിക്ഷകൾക്ക് ജില്ലാ അതിർത്തിയിൽ നിന്നും 20 കിലോമീറ്റർ മാത്രം യാത്ര ചെയ്യാനായിരുന്നു ഇതുവരെ പെർമിറ്റ്. ദീർഘദൂര സർവീസ് നടത്തുന്നതിലെ അപകട സാധ്യത കണക്കിലെടുത്തായിരുന്നു ഇത്. പെർമിറ്റിൽ ഇളവ് വരുത്തണമെന്ന് ഓട്ടോറിക്ഷ യൂണിയന്റെ CITU കണ്ണൂർ മാടായി ഏരിയ കമ്മിറ്റി അപേക്ഷ നൽകിയിരുന്നു. മോട്ടോർ വാഹന വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും വേണ്ടെന്നായിരുന്നു നിലപാട്. ദീർഘദൂര പെർമിറ്റുകൾ അനുവദിച്ചാൽ അപകടം കൂടുമെന്നായിരുന്നു ഉദ്യോഗസ്ഥരുടെ അഭിപ്രായം. ദീർഘദൂര യാത്രയ്ക്ക് ഡിസൈൻ ചെയ്തിട്ടുള്ള വാഹനമല്ല ഓട്ടോറിക്ഷ, സീറ്റ് ബെൽറ്റ് ഇല്ല എന്നിവ ചൂണ്ടിക്കാട്ടിയായിരുന്നു എതിർപ്പ്. അതോറിറ്റി യോഗത്തിലെ ചർച്ചയിൽ പങ്കെടുത്തവരും അപകട സാധ്യത ചൂണ്ടിക്കാട്ടി. എന്നാൽ ഇതെല്ലാം തള്ളിയാണ് സംസ്ഥാന ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനം. 24, തിരുവനന്തപുരം. അതിനായിട്ട് ജോമോൻ ജോസഫ് ചോദിക്കുന്നുണ്ട്, ഹാഷ്മി ബ്രോ, കോഴിക്കോട് മഞ്ചേരി റൂട്ടിലെ ബസ് സമരത്തിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇന്ന് നിലമ്പൂരിലേക്ക് പോകാനുള്ളതാണ്, സമരം തീർന്നു എന്ന് ചോദിക്കുന്നു. അതിന് താഴെ റഹീസ് കുന്നത്ത് മറുപടി കൊടുക്കുന്നത്, ജോമോൻ, കോഴിക്കോട് മഞ്ചേരി റൂട്ടിൽ ഇന്ന് ബസ് ഉണ്ടാകില്ല, നാളെ ഉണ്ടാകും. പ്രൈവറ്റ് ബസ് മാത്രമേ സമരമുള്ളൂ, KSRTC ഉണ്ടാവും. നിലമ്പൂരിലേക്ക് മഞ്ചേരി നിന്നും ബസ്സുണ്ട്, കോഴിക്കോട് നിന്ന് മലപ്പുറം വഴി മഞ്ചേരിയിലേക്ക് വരാം ബസ്സിൽ എന്ന് പറയണം. അപ്പോൾ ജോമോനെ കാര്യം വ്യക്തമായി തോന്നുന്നു. കോഴിക്കോട് വടകരയിൽ റോഡ് മുറിച്ച് കടക്കവേ വയോധികയ്ക്ക് ദാരുണാന്ത്യം. പണിക്കോട്ടി സ്വദേശി അസൈനാറാണ് പോലീസ് ബസ്സിടിച്ചു മരിച്ചത്. അസൈനാർ ഉൾപ്പെടെ 4 പേരാണ് ഇന്ന് സംസ്ഥാനത്ത് വിവിധയിടങ്ങളിലുണ്ടായ വാഹനാപകടങ്ങളിൽ മരിച്ചത്. കോഴിക്കോട് വടകര SP ഓഫീസിന് സമീപം ദേശീയപാതയിൽ റോഡ് മുറിച്ച് കടക്കവെയാണ് വയോധികനായ പണിക്കോട്ടി സ്വദേശി കുനിങ്ങാട്ട് അസൈനാറെ പോലീസ് ബസ്സിടിച്ചത്. അപകടത്തിൽ 62-കാരനായ അസൈനാർ തൽക്ഷണം മരിച്ചു. കോഴിക്കോട് കുന്നമംഗലത്ത് ബൈക്കും കാറും കൂട്ടിയിടിച്ച് പുതുപ്പാടി ഈങ്ങാപ്പുഴ സ്വദേശിനി നാജിയയാണ് മരിച്ചത്. പാലക്കാട് കൂനത്തറയിൽ ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് കീഴൂർ റോഡ് സ്വദേശിയായ അഫ്സലിനും ജീവൻ നഷ്ടമായി. തൃശൂർ എരുമപ്പെട്ടിയിൽ ഇരുചക്ര വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരണം 2ആയി. ചിറപ്പുറം സ്വദേശിയായ പ്രവീണാണ് ചികിത്സയിലിരിക്കെ മരിച്ചത്. പ്രവീണിനൊപ്പം സ്കൂട്ടറിൽ സഞ്ചരിച്ച ചിറപ്പുറം സ്വദേശി ആനന്ദൻ ഇന്നലെ മരിച്ചിരുന്നു. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 കോഴിക്കോട്. നേരത്തെ പറഞ്ഞായിരുന്നു, പാലക്കാട് ഒരു KSRTC ബസ് 7 കിലോമീറ്റർ കണ്ടക്ടർ ഇല്ലാതെ ഓടി. പറ്റിയത് വണ്ടി കയറാൻ മറന്നുപോയി, പിന്നെ ഓട്ടോ പിടിച്ച് വണ്ടിയിരുത്തി. ഷൊർണൂരിൽ നിന്നും പാലക്കാട്ടേക്ക് പോവുകയായിരുന്ന KSRTC ബസ്സിലാണ് രസകരമായ സംഭവം. ബസ് എടുത്ത് ഏറെ നേരം കഴിഞ്ഞ് കുളപ്പുള്ളിയും കൂനത്തറയും പിന്നിട്ടപ്പോഴാണ് ആരും ടിക്കറ്റ് ചോദിച്ചു വന്നില്ലെന്ന കാര്യം യാത്രക്കാർ ഓർത്തത്. ഡ്രൈവറോട് കാര്യം അന്വേഷിച്ചപ്പോൾ അക്കിടി മനസ്സിലായി. ബസ് 7 കിലോമീറ്റർ പിന്നിട്ടപ്പോഴേക്കുമാണ് ഓട്ടോ പിടിച്ച് കണ്ടക്ടർ എത്തിയത്. അപ്പോഴേക്കും ബസ്സിൽ നിന്ന് യാത്രക്കാർ പലരും ഇറങ്ങിയിരുന്നു. 24 പാലക്കാട്.
സ്പാനിഷ് ലീഗ് ഫുട്ബോളിൽ ബാഴ്സലോണ ആദ്യ മത്സരത്തിൽ ഇറങ്ങുന്നു. രാത്രി 1 മണിക്ക് തുടങ്ങുന്ന മത്സരത്തിൽ വലൻസിയാണ് എതിരാളികൾ. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണൽ, ലിവർപൂൾ ടീമുകൾക്കും ഇന്ന് മത്സരമുണ്ട്. പുതിയ സീസൺ, പുതിയ പരിശീലകൻ, പുത്തൻ പ്രതീക്ഷകൾ. ലാലിഗ കിരീടം വീണ്ടെടുക്കാനുള്ള പോരാട്ടം തുടങ്ങുന്നു FC ബാഴ്സലോണ. സ്ഥാനമൊഴിഞ്ഞ സാവി ഹെർണാണ്ടസിന് പകരം കറ്റാലൻസ് കളത്തിലിറങ്ങുന്നത് ഹാൻസി ഫ്ലിക്കിന് കീഴിൽ. വണ്ടർ കിഡ് ലമീൻ യമാലിനെ മുന്നിൽ നിർത്തി പഴയ പ്രതാപം വീണ്ടെടുക്കാമെന്ന പ്രതീക്ഷയിലാണ് ബാഴ്സ. കൂട്ടിന് റോബർട്ട് ലെവൻഡോവ്സ്കിയും ടെർ സ്റ്റേഗനും ഇൽക്കെ ഗുന്തോഗനും പുതുതായി ക്ലബിലെത്തിയ ഡാനി ഓൾമോയുമെല്ലാമുണ്ട്. ബയേൺ മ്യൂണിക്കിന് ഒരു സീസണിൽ 6 കിരീടങ്ങൾ നേടിക്കൊടുത്ത ചരിത്രമുള്ള ഹാൻസി ഫ്ലിക്ക് ബാഴ്സയിലും അത്ഭുതങ്ങൾ കാണിക്കുമെന്നാണ് ആരാധക പ്രതീക്ഷ. രാത്രി 1 മണിക്ക് തുടങ്ങുന്ന മത്സരത്തിൽ വലൻസിയയാണ് എതിരാളികൾ. വലൻസിയയുടെ തട്ടകത്തിലാണ് മത്സരം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ആഴ്സണലും ലിവർപൂളും ഇറങ്ങുകയാണ്. വൈകിട്ട് 5-ന് നടക്കുന്ന കളിയിൽ പ്രൊമോഷൻ കിട്ടിവന്ന ഇപ്സ്വിച്ച് ടൗണാണ് ലിവർപൂളിന്റെ എതിരാളികൾ. രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ആഴ്സണൽ വൂൾസിനെയും നേരിടും. കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരെ നഷ്ടമായ കിരീടം ഇത്തവണ വീണ്ടെടുക്കാനാണ് ആഴ്സണലും ലിവർപൂളും ഇറങ്ങുന്നത്. സ്പോർട്സ് ഡെസ്ക് 24. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മുടെ ഉച്ച വാർത്തായാത്ര തൽക്കാലം പൂർണ്ണമാകുന്നു. ഇനിയിപ്പോൾ പ്രേക്ഷകരിലേക്ക് നേരിട്ടിറങ്ങുന്ന വാർത്താ പങ്കുതി റൈഡിംഗ് റിപ്പോർട്ടർ ഗോകുൽ രവി ചേരും.